മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഹൈന്ദവ സന്യാസിമാരും ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ ആശ്രമങ്ങളും ഏതെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചു എന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ ബുദ്ധിജീവികളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ഇവിടുത്തെ ബുദ്ധിജീവികളുമെല്ലാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. ഒരു വാർത്ത എല്ലാ പത്രത്തിലും വന്നു. മംഗളം പത്രത്തിൽ വളരെ വിപുലമായ രീതിയിൽ വന്നു, മാതൃഭൂമിയിലും വന്നു. ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. വളരെ വളരെ വിസ്തരിച്ച് തന്നെയാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. 70 വയസ്സായ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചതിന് ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നിവിടുത്തെ കർദിനാൾമാരും അവതാരങ്ങളായി ജനിച്ച ബിഷപ്പുമാരും ലോകത്തിലെ മുഴുവനും ക്രൈസ്തവരുടെ നേതാക്കന്മാർ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ആക്രോശിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് വരെ കംപ്ലൈന്റ് കൊണ്ടുപോയി ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മോഡി ഗവൺമെന്റ് കൊന്നു കുഴിച്ചു മൂടുകയാണ്, 70 വയസ്സായ കന്യാസ്ത്രീക്ക് പോലും രക്ഷയില്ല എന്ന് പറഞ്ഞ ഈ കേരളത്തിലെ കർദിനാൾമാര് ഇതിനൊന്ന് മറുപടി പറയണം. അല്ലെങ്കിൽ കേരളത്തിലെ ജനതയിലെ ഒരാളായ എനിക്ക് ഇവരുടെ പ്രതികരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വാർത്തയുടെ മുകളിൽ ചെറിയ അക്ഷരത്തിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ്, പിന്നെ വലിയ അക്ഷരത്തിൽ ഫാദർ എഡ്വിൻ ഫിഗറസിന് തിരച്ചിൽ നോട്ടീസ്. ഈ തെക്കൻ തിരുവിതാംകൂറില് 100 കണക്കിന് ബ്രദേഴ്സ്, ഫാദേഴ്സ്, അതായത് സുവിശേഷ പ്രാസംഗികര്, അതുപോലെ അച്ഛന്മാര് അനവധി പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് ചെറിയ ചെറിയ വാർത്തയായിട്ട് പത്രങ്ങളിൽ വരുന്നത് ദിവസങ്ങൾ കൊണ്ട് തേച്ചു മാറ്റി കളയാനുള്ള കപ്പാസിറ്റി ന്യൂനപക്ഷമായതുകൊണ്ട് അവർക്കുണ്ട്. പക്ഷേ അതിൽ പിന്നീട് അന്വേഷണമൊന്നും നടത്താറില്ല. പക്ഷെ അമൃതാനന്ദമയ്യോ സായിബാബയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വ്യക്തിയോ ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ടവര് ചെറിയ കാര്യം എന്തെങ്കിലും ചെയ്താൽ അതിനെ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവര് അമേരിക്കയിലും മിയാമിയിലും ചെന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് അതിനെ വളരെയധികം പ്രസിദ്ധമാക്കാറുണ്ട്. പ്രസിദ്ധമുള്ള കൊട്ടേഷനില് ആരാധ്യനായ ജോൺ ബ്രിട്ടാസിനോടും പറയുന്നു, നിങ്ങളും ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. പറവൂര് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പള്ളിമേടയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന കേസില് ഒളിവിൽ പോയ മുൻ പുത്തൻവേലിക്കര കുരിശിങ്കൽ ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ എഡ്വിൻ ഫിഗറസിനെതിരെ 45 വയസ്സ് വടക്കേക്കര സർക്കിൾ ഇൻസ്പെക്ടർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇനി ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം. കാരണം കേരളം ഭരിക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാവുന്നതുകൊണ്ട്. വെളുത്ത നിറവും വട്ടമുഖവും കന്നഡ ഉപയോഗിക്കുന്നതുമായ അടയാള വിവരണങ്ങളും ഫോട്ടോയും സഹിതമാണ് പോലീസ് പ്രധാന പത്രങ്ങളിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് പുത്തൻവേലിക്കര പോലീസ് ഫാദർ എഡ്വിൻ ഫിഗറസിനെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. പെൺകുട്ടിയുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തതോടെ ഇദ്ദേഹം വിദ്യാർത്ഥിനിയെ പലകുറി പീഡിപ്പിച്ചതായിട്ട് കണ്ടെത്തി. ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇയാളെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വികാരി UAE-യിലേക്ക് കടന്നു. പിന്നീട് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. മെയ് 5 വരെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കി. അതേസമയത്ത് അഭയ കേസിലെ ഫാദർ കൂട്ടൂരും സ്റ്റെഫിയുമെല്ലാം ഇന്ന് കേരളത്തില് വിലസുമ്പോൾ 850ഓളം മരണങ്ങൾക്ക് കാരണമായ പോട്ട ധ്യാന കേന്ദ്രം ചാലക്കുടിയില് ഇപ്പോഴും സുഖമായി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാദർ എഡ്വിൻ ഫിഗറസിന്
ജാമ്യം അനുവദിക്കണം എന്ന അപേക്ഷ കേരളത്തിൽ സ്വീകരിക്കപ്പെടാതെ പോവില്ല. ഇതിനിടെ മെയ് 4-ന് വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ എഡ്വിൻ ഫിഗറസിനെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. അത് കുർബാനയാണോ കൂദാശയാണോ എന്നറിഞ്ഞൂടാ. മെയ് 5-ന് ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളി. സമൂഹത്തിന് തന്നെ മാതൃകയാവേണ്ടവര് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് വലിയ അപരാധമാണെന്നും മുൻകൂർ ജാമ്യം നൽകാൻ യാതൊരു സാഹചര്യവുമില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതോടെ ഫാദർ എഡ്വിൻ വീണ്ടും ഒളിവിൽ പോയി. നമ്മുടെ ഭരണകർത്താക്കളുടെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ അന്വേഷിച്ചാൽ കിട്ടും. ഒളിവിൽ പോയാലും റോട്ടിലൂടെയൊക്കെ നടക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം. പെൺകുട്ടികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക, കുറ്റവാളികളെ ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 4-ന് പുത്തൻവേലിക്കര 4 വഴിയിൽ ആക്ഷൻ കൗൺസിൽ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള എല്ലാം ക്രിസ്ത്യാനികൾ മൂടിക്കെട്ടി വെക്കുക പതിവ്. ഏതായാലും കൈരളി ചാനലിന്റെ അധിപരായ ശ്രീ പിണറായി വിജയനും അതുപോലെ ആരാധ്യനായ മമ്മൂട്ടിയും അതുപോലെ തന്നെ അവരുടെ എല്ലാവരെയും MBA പഠിച്ച് നല്ല രീതിയിൽ മാനേജ്മെന്റ് ചെയ്യുന്ന ജോൺ ബ്രിട്ടാസും ഈ ഫാദറിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം എവിടെ ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ചെയ്തത് ശരിയാണെന്നും 45 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അതുകൊണ്ടാണ് ഈ വികാരത്തിന് അടിമപ്പെട്ടതെന്നും അത് കർത്താവിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും ഒന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു ഇന്റർവ്യൂ കൈരളി ചാനലിലെ ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി അറിയിച്ചുകൊണ്ട്, ഇപ്രകാരം ആയിരക്കണക്കിന് സംഭവങ്ങൾ നടക്കുമ്പോൾ 1ഓ 2ഓ മാത്രമാണ് പത്രങ്ങളിൽ വരുന്നത്. ഇത് പത്രത്തിൽ വരാൻ കാരണം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തത് കൊണ്ടാണ്. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് പത്രത്തിൽ വരില്ല. കാരണം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇവിടെ എന്ത് ചെയ്താലും ആർക്കും ഒരു പ്രശ്നവും വരാതിരിക്കാൻ കാരണം അധികാരത്തിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കും അവരുടെ മസിൽ പവറുമുണ്ട്. പാവപ്പെട്ട ഹിന്ദുക്കളോ വല്ല സന്യാസിമാരോ അവർ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ശങ്കരാചാര്യരെ അവഹേളിച്ചതുപോലെ ഭാരതീയ ഋഷി പരമ്പരയെ അവഹേളിക്കുക, നാടകത്തിലും സീരിയലിലും അതേപോലെ തന്നെ രസഗുളയിലും അങ്ങനെയുള്ള എല്ലാത്തിലും ഹൈന്ദവ ജനതയെ മാത്രമേ അവഹേളിക്കാറുള്ളൂ, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തൊടാറില്ല എന്നുകൂടി ഇവിടുത്തെ ഹൈന്ദവ ജനത അറിയണം. കൂടാതെ ഇന്നലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ യുവാക്കൾക്ക് വ്യവസായ സംരംഭത്തിന് 30 ലക്ഷം. ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് അർഹതയില്ലാത്ത എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഏത് തെമ്മാടിത്തം ചെയ്താലും ന്യൂനപക്ഷമായാൽ അതിനും എക്സെപ്ഷൻ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ഫാദറിന്റെ വീരകൃത്യമെന്ന് ഹൈന്ദവ ജനത അറിയണം. ഇത് അടുത്ത വരുന്ന എല്ലാ ഇലക്ഷനുകളിലും കൂടി പ്രതികരിക്കണമെന്ന് പ്രകടിപ്പിക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ശക്തി മാത്രം പോരാ, ശക്തി പ്രകടിപ്പിക്കാനുള്ള യുക്തി കൂടി വേണം എന്നുകൂടി ഞാൻ ആദ്യമായിട്ട് പറയാം. അത്രയും അധികം വേദനയോടുകൂടിയാണ് ഹൈന്ദവ ജനതയ്ക്കെതിരെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രണാമം, നമസ്കാരം.